ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വൈൽ ലൂപ്പ് എന്താണ് എന്നതാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഒരു സാമ്പിൾ കോഡ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം i=3, അതായത് i എന്നൊരു വേരിയബിൾ എടുത്തിട്ട് അതിലോട്ട് 3 സ്റ്റോർ ചെയ്യുന്നു. അടുത്തത് വൈൽ ലൂപ്പാണ്. വൈൽ കഴിഞ്ഞൊരു കണ്ടീഷൻ എഴുതിയിട്ടുണ്ട് അല്ലേ? എന്താണ് കണ്ടീഷൻ? i<6. ആദ്യം തന്നെ ആ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഐയുടെ വാല്യൂ 3 ആണല്ലോ, 3<6 കറക്റ്റ് ആണ്. അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് വൈലിനകത്ത് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ കേസിൽ കണ്ടീഷൻ കറക്റ്റ് ആയതുകൊണ്ട് വൈലിനകത്തുള്ള ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് പ്രിൻ്റ് i, അപ്പോൾ എത്ര പ്രിൻ്റ് ചെയ്തു? 3 പ്രിൻ്റ് ചെയ്തു. ഇനി i=i+1, അതായത് ഐയുടെ വാല്യൂ ഇപ്പോൾ 3 മാറി എത്രയായി? 4 ആയി. ഇനി ഇതൊരു ലൂപ്പാണല്ലോ. ലൂപ്പ് എന്തിനാണ്? റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും എങ്ങോട്ട് പോകുന്നു? വൈൽ i<6 പോകുന്നു. ഇപ്പോൾ ഐയുടെ വാല്യൂ 4 ആണ്. 4<6 കറക്റ്റ് ആണ്. കറക്റ്റ് ആയതുകൊണ്ട് മാത്രം പ്രിൻ്റ് i=i+1 എക്സിക്യൂട്ട് ചെയ്യുന്നു. പ്രിൻ്റ് i എന്ന് പറയുമ്പോൾ 4 പ്രിൻ്റ് ചെയ്യുന്നു. i=i+1 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഐയുടെ വാല്യൂ എന്തായി? 5 ആയി. വീണ്ടും വൈൽ i<6 പോകുന്നു. 5<6 കറക്റ്റാണ്. പ്രിൻ്റ് i, അതായത് 5 പ്രിൻ്റ് ചെയ്തു. i=i+1 എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ 6 ആയി. വീണ്ടും വൈൽ i<6 പോകുന്നു. 6<6 കറക്റ്റ് അല്ല, തെറ്റാണ്. അപ്പോൾ പ്രിൻ്റ് ഐയും i=i+1 എക്സിക്യൂട്ട് ചെയ്യില്ല. അതായത് നമ്മൾ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തു വന്നു. ഇനി വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ അതിന് താഴെ ചുമ്മാ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിടപ്പുണ്ട്, പ്രിൻ്റ് ഹൈ. ഇത് പ്രിൻ്റ് ചെയ്യുന്നു. അത് സാധാരണ ഒരു സെൻറ്റൻസ് ആണ്. ഇപ്പോൾ തന്നെ വൈൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സിൻറ്റാക്സ് രൂപത്തിലൊന്ന് നോക്കാം. എങ്ങനെയാണ് വൈൽ കണ്ടീഷൻ? ഇപ്പം നമ്മൾ നോക്കിയല്ലേ ഉള്ളൂ ഒരു കണ്ടീഷൻ. അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ ആദ്യം കണ്ട കോഡ് ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ? 3 4 5 ഹലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ റെക്കമെൻഡ് ചെയ്യണേ. കൂടാതെ എൻ്റെ പൈത്തൺ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വീഡിയോസ് കൂടെ കാണാൻ മറക്കല്ലേ.